ദൈവമേ, എന്റെ മോള്. അമ്മ, മോള് ഇനിയിപ്പോ ഞാൻ കണ്ണനോട് എന്തു പറയും? എന്നെ വിശ്വസിച്ച കണ്ണൻ എനിക്കൊപ്പം മോളെ വിട്ടത്. അതിന് ലക്ഷ്മിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ. സംഭവിച്ചില്ലെങ്കിൽ പിന്നെ മോളെവിടെ? അമ്മ ചെന്ന് തകർത്തഭിനയിക്കേ ചെല്ലേ. എന്റെ മോഹിനി, നീയും പ്രതാപനും കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായില്ലേ? എന്നിട്ട് ഇന്ന് വരെ ആരെങ്കിലും ഈ ജനലിൽ വന്ന് മുട്ടി നോക്കിയിട്ടുണ്ടോ? പിന്നെ ഇന്ന് മാത്രം ആരാടി ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മോളെ ഞാനാ വിളിച്ചോണ്ട് വന്നത്. അത് പ്രതാപേട്ടനും അമ്മയും പറഞ്ഞിട്ട്. അതുകൊണ്ട് മോൾക്കൊരാപത്തും കൂടാതെ കണ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ. അതിപ്പോ അവള് മാത്രമല്ലല്ലോ, മോളെ നീ തന്നെയല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ. എന്നിട്ട് മോളുടെ ജനലിൽ ആരും തട്ടി വിളിച്ചില്ലല്ലോ. നിങ്ങൾ ഇനി കഥകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. എന്റെ മോളെ എനിക്ക് കൊണ്ടുത്ത ആരും മോളെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള കാര്യം ഉറപ്പാ. വീട് ഇവളെന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അവളെ ആര് തട്ടിക്കൊണ്ടു പോകാനാന്നേ? ഓ എന്റെ പൊന്ന് പ്രതാപ, നീ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വാ. എല്ലായിടത്തും ഒന്ന് നോക്ക്. ചിലപ്പോ അവള് പുറത്ത് ആരോടെങ്കിലും സംസാരിച്ചോണ്ട് നിൽക്കായിരിക്കും. പെട്ടെന്ന് കണ്ണനോട് വിളിച്ച് വിവരം പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ തിരിച്ചു വരുമ്പോ മിക്കവാറും അവളെന്റെ കൂടെ തന്നെ കാണും. നീ പോയി എന്റെ ഒരു ഷർട്ട് എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുത്തോളാം. നിങ്ങൾ വാ വിളിച്ചിട്ട് വേഗം കിടക്കാൻ നോക്കാം. എന്നാ വേഗം ആവട്ടെ. കൊണ്ട് കിടത്ത്. ഇതുപോലെ അപ്സരസായ ഒരു പെണ്ണിനെ എങ്ങനെയാടാ കൊക്കയിലോട്ട് വലിച്ചെറിയുന്നേ? അത് വേണ്ടല്ലോ. എന്നാ പിന്നെ ഇവക്ക് ബോധം തെളിയട്ടെ. മണത്ത സാധനത്തിന്റെ വീര്യം വെച്ചിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇവക്ക് ബോധം വരൂ. അതുവരെ അവളിവിടെ കിടക്കട്ടെ. അയാൾ വിളിക്കത്തില്ല അണ്ണാ? അയാൾ ഇങ്ങോട്ട് വിളിക്കത്തില്ല. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ശരി. നല്ല ആരോഗ്യമുള്ളൊരു പെണ്ണ, പക്ഷേ ആയുസില്ലാതെ പോയി. വാടാ പോവാം. എന്റെ പൊന്നു മോഹിനി, നീ ഇങ്ങനെ കരയാതെ. അവൻ പോയിരിക്കല്ലേ അവളെ തിരക്കി. അവൾ ഇനി ആരുടെയെങ്കിലും കൂടെ പോയിരിക്കുകയാണെങ്കിൽ അവൻ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. എന്റെ മോൾ അങ്ങനെ ആരുടെ പിന്നാലെ പോകില്ല. എന്റെ മോളെ എല്ലാരും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞപ്പോ അതിന്റെ പിന്നിലുള്ള ചതി കാണാതെ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. ഇത് കേട്ടോ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ കുറെ നേരം ഇത് പറയാൻ തുടങ്ങിയിട്ട്.
ആരെന്ത് ചതി കാണിച്ചെന്നാ അമ്മ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. കണ്ണൻ വിളിക്കുമ്പോ ആരാണെന്ന് വെച്ചാ സമാധാനം പറഞ്ഞാ മതി. അവളുടെ ഒരു കണ്ണനും കാലടയ്ക്കും കൊള്ളാത്ത ഒരു മോളും. എടി, സ്നേഹിക്കാൻ തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അതിനിടയ്ക്ക് അവൾ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്ന ആരറിഞ്ഞു? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.